Hi all, welcome to weekly market analysis. It's me Rahul Bashir, your forex mentor. സോ നമുക്ക് ഇന്ന് ഇവിടെ ഗോൾഡ് ആൻഡ് യൂറോ യു എസ് ടിയുടെ ഒരു വീക്കിലി അനാലിസിസ് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഡേയ്സ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിലുള്ള ബൈ റിയാക്ഷൻ വന്നു. അതിനുശേഷം കുറച്ച് നേരം കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ഹൈ ബ്രേക്ക് ചെയ്തു. സോ അപ്പോൾ ഇവിടെ നമുക്ക് പ്രൈസ് ഒരു ബുള്ളിഷ് കണ്ടിന്യൂഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൺഡേ ഒരു ഗ്യാപ്പ് അപ്പിലായിരിക്കും പ്രൈസ് ഓപ്പൺ ആവുക. ഒരു അത്യാവശ്യം നല്ല ഒരു ഗ്യാപ്പ് അപ്പ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി എവിടം വരെ ആ ഒരു ബൈ കണ്ടിന്യൂഷൻ പോകും നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു 4200 ലെവൽ വരെ പ്രൈസ് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ആ ലെവൽ വരെ നിങ്ങളൊരു ബൈ കണ്ടിന്യൂഷൻ നോക്കുന്നതായിരിക്കും ബെറ്റർ. അതിന് ശേഷം അവിടെ നിന്ന് സെല്ല് നോക്കാനായിരിക്കും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുക. അത് 4220 അല്ലെങ്കിൽ 4250 ലെവലൊക്കെ നല്ലൊരു സെല്ല് ഏരിയാസാണ്. സോ ആ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോങ് ടൈമിലേക്ക് തന്നെ ഒരു സെല്ല് പ്ലാൻ ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു 3800 3600 റേഞ്ച് വരെ പ്രൈസ് ഡ്രോപ്പ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമുക്കിനി യൂറോ യു എസ് ടി അനലൈസ് ചെയ്യാം. സോ യൂറോ യു എസ് ടി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഒരു 4 ഹവറിൻ്റെ റിയാക്ഷൻ കിട്ടിയതിന് ശേഷം പ്രൈസ് ഒന്ന് ഡംപ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി ഓൾറെഡി അവിടെ എടുത്തത് കൊണ്ട് മാർക്കറ്റ് ഇനി അതിൻ്റെ താഴത്തേക്ക് വരാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇനി മൺഡേ പ്രൈസ് ഈ കാണുന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകാൻ തന്നെയാണ് ചാൻസ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ ഓർഡർ ഫ്ലോയിലാണ് യൂറോ യു എസ് ടി നിൽക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ നിന്ന് പ്രൈസ് നല്ലൊരു റിയാക്ഷൻ കിട്ടും. മേ ബി ഗോൾഡിൽ പോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പും യൂറോ യു എസ് ടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എവിടം വരെ നമുക്ക് ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്ന നോക്കാം. സോ ഈ കാണുന്ന ഒരു 1.15279 എന്ന് പറഞ്ഞ ഏരിയ വരെ പ്രൈസ് പോകാനുള്ള ഹയസ്റ്റ് ചാൻസ് ആണ്. ആൻഡ് എപ്പോഴും സേഫ് ആയിട്ടുള്ള ടി പി എന്ന് പറയുന്നത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ ആണ്. അത് 1.14737 എന്നുള്ള ലെവൽ വരെ നിങ്ങൾക്ക് ഷുവറായിട്ട് ഒരു ബൈ ടാർഗറ്റ് വയ്ക്കാം. ആൻഡ് ആ ഒരു ബൈ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണുന്നൊരു ലാർജായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. വൺസ് ഈ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡിലെ പോലെ തന്നെ ഒരു ലോങ് ടൈമിലേക്ക് സെല്ല് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണത്. സോ എവിടം വരെ പ്ലാൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് 1.1297 വരെ നമുക്ക് ഈസി ആയിട്ടൊരു ടാർഗറ്റ് അച്ചീവ് ആവും. സോ അത്രയും ഒരു ലോങ് സ്വിംഗ് പൊസിഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഡെയിലി പൈസ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വെച്ച് ഗ്രാബ് ചെയ്യാം. അപ്പോൾ ഡയറക്ഷൻസ് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്താ ചെയ്യുക ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മൾ ഡയറക്ഷൻസ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു ബുള്ളിഷ് ഡയറക്ഷനിലേക്ക് ഈ ആഴ്ച പോകാനും അതുപോലെ തന്നെ ആ വൺസ് ആ പറഞ്ഞ ഏരിയാസ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡ്രോപ്പ് ആവാനുള്ള ചാൻസാണ് നമുക്ക് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഓരോ ഏരിയാസിലും മാർക്കറ്റിൻ്റെ ബിഹേവിയർ അനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. എപ്പോഴും നോർമൽ റിസ്ക് എടുക്കുക. അപ്പോൾ ഒരു ട്രേഡറിൻ്റെ ക്യാപിറ്റലിന് 1% ആണ് നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു റിസ്ക് റിയൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ. ആൻഡ് നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 0.2% ഒക്കെ 0.2% ആണ് ഏറ്റവും ബെറ്റർ ഫോർ റിസ്ക്. അപ്പോൾ എപ്പോഴും റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്കൊരു 2-3 SL ഒക്കെ അടിച്ച് കഴിഞ്ഞാലും അടുത്ത SL നിന്ന് ഇതൊക്കെ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ മാസം പ്രോഫിറ്റ് എടുക്കാനായിട്ടും റിസ്ക് മാനേജ്മെൻറ്റ് ഭയങ്കര വലിയൊരു കീ ആണ്. ഫോറക്സ് മാർക്കറ്റിലായാലും ഇന്ത്യൻ മാർക്കറ്റിലായാലും എല്ലാത്തിലും അതിൻ്റെ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് തന്നെയാണ്. സോ plan your trade accordingly. That's it, my view on gold and euro USD. Thank you for watching. Have a nice day.